അവർക്ക് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇന്ത്യ ടു പാരീസ് എന്ന് കണ്ടിട്ട്. ഹായ്, യു ഫ്രോം വിച്ച് കൺട്രി? ഹായ്. ടീം മൊത്തം വരുന്ന ഓടി ഉണ്ട്, 2 മിനി കൂപ്പർ ഉണ്ട്, വേറൊരു വണ്ടി ഉണ്ട്, 4 വണ്ടി ഉണ്ട് ഇവിടെ. ബാബു ചേട്ടൻ വണ്ടി എടുക്കുന്ന ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് കാണാൻ പറ്റിയൊരു ഇവൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതേ ഉള്ളൂ. സൈക്ലിംഗ് ഒക്കെ ഉള്ളൂ. കാരണം ഇത് പല വഴിക്ക് പല റൂട്ടിൽ പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പൊന്നും കാണാൻ പറ്റും. ഒരുപാട് സൈക്ലിസ്റ്റുകളതാ, കാറിൻ്റെ മുകളിലൊക്കെ ഒരുപാട് സൈക്കിളുകളതാ. എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇന്ത്യ ടു പാരീസ് എന്ന് കണ്ടിട്ട്. ഹായ്, യു ഫ്രോം വിച്ച് കൺട്രി? ഹായ്. ടീം മൊത്തം വരുന്ന ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ താമസിക്കുന്ന റൂം ഇതാണ്. ഇതൊരു അറബ്സിൻ്റെ വീടാണ്. വീട് മീൻസ് അവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റാണ്. അവരുടെ സ്റ്റാഫിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചേട്ടൻ, ബാബു ചേട്ടൻ റെഡിയാക്കി തന്നതാണ്. അറബ്സ് ഇവിടെ ഇല്ല, അവർ വരും കുറച്ച് ദിവസം കൊണ്ട്. അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പം കുറച്ച് ദിവസമായി, ഏകദേശം ഒരു 10 ദിവസത്തിലധികമായി ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന. അടിപൊളി സ്റ്റേ ആണ്. ചേട്ടൻ നല്ല സപ്പോർട്ടാണ്. ഫുഡും കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് പോകാം. ചേട്ടൻ താഴെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ. പെട്ടെന്നൊന്നും കയറി ഇറങ്ങാനൊന്നും കഴിയില്ല, റിമോട്ട് ഇല്ലാണ്ട് ഒരു രക്ഷയില്ല. കാരണം പാരീസ് കുറച്ച് ഡേഞ്ചറസ് സ്ഥലമായതുകൊണ്ട് ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഒരു ബിൽഡിങ്ങിന്. ഈ സെക്യൂരിറ്റി ഇതൊക്കെ ആക്സസ് ഒക്കെ പഠിക്കാൻ തന്നെ ഞാൻ 2 ദിവസം ടൈം എടുത്തു. പാർക്കിംഗ് ഓരോ ഡോറിനും ഇതാണ് ആള്. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന വണ്ടി ഇതാണ്. മിനി കൂപ്പറാണ് ഇന്നത്തെ നമ്മുടെ വാഹനം. 3-4 വണ്ടികളുണ്ട്. ഇതുണ്ട്, ഓടി ഉണ്ട്, 2 മിനി കൂപ്പർ ഉണ്ട്, വേറൊരു വണ്ടി ഉണ്ട്, 4 വണ്ടി ഉണ്ട് ഇവിടെ. ബാബു ചേട്ടൻ വണ്ടി എടുക്കുന്ന പുള്ളി 10-22 വർഷമായി ഇവിടെ. ചുമ്മാ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. ഇതാണ് നല്ല അറബ്സ് യൂസ് ചെയ്യുന്ന സ്മെല്ല് വരുന്നുണ്ട്. അത് സ്പ്രേ ആണോ അതോ അവരുപയോഗിച്ച് ഇതിൻ്റെതാണോ?
കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പരിചയപ്പെടുത്താം. ചേട്ടനൊന്ന് പരിചയപ്പെടുത്തിക്കേ. ഞാനാണ് ആനന്ദബാബു എന്നാണ് പേര്. എൻ്റെ സ്ഥലം കൊട്ടിയമാണ്, കൊട്ടിയം കൊല്ലം. നമുക്ക് കണ്ണൂർ ഒരു കൊട്ടിയുണ്ട്, കൊട്ടിയം അമ്പലം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കൊട്ടിയം. ഇവിടെ 10-22 വർഷമായില്ലേ? ഇവിടെ 10-22 വർഷമായി. ഇങ്ങനെയൊക്കെ പോന്നു. ഇപ്പം നമ്മളിപ്പം സാധനം വാങ്ങിക്കാൻ പോവല്ലേ? എന്താ, ഞാനിപ്പോൾ ഒരു ഒളിമ്പിക് ഗെയിം കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ ടിക്കറ്റ് ഇത് റെഡിയാക്കി തന്നത് ഇന്ത്യൻ അംബാസഡറാണ്. പാരീസിലുള്ള ഇന്ത്യൻ അംബാസഡർ ആയിട്ടൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അംബാസഡർ ചോദിച്ചു ഏതെങ്കിലും ഗെയിം വാച്ച് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു യു വിൽ അറേഞ്ച് ദ ടിക്കറ്റ്. അങ്ങനെ പുള്ളി എനിക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്തു. എന്നോട് ചോദിച്ചു ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നീരജ് ചോപ്രയുടെ ജാവലിൻ ത്രോ ആണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അത് കുറച്ച് ടൈറ്റാണ്, അത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഹായ് അത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം അതിന് പകരം ബോക്സിങ്ങിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. എൻ്റെ സൈക്കിൾ എടുത്തില്ല, സൈക്കിൾ എടുത്താൽ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ആദ്യമായിട്ട് പാരീസിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയില്ല പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് ഇവിടുത്തെ, എന്താണ് ഇവിടെ, കാർഡ് വേണോ, പൈസ കൊടുത്താൽ കയറാൻ പറ്റുമോ, ഒന്നും അറിയില്ല. അപ്പം ഞാൻ അതിലേക്ക് പോവാണ്. ആ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയുണ്ട്. ഫുൾ അണ്ടർഗ്രൗണ്ടാണ്. നമുക്ക് മുകളിൽ ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ട്രെയിനൊന്നും. എല്ലാം അണ്ടർഗ്രൗണ്ട് പരിപാടികളാണ്. അപ്പോൾ നമുക്ക് പോയാലോ. ഇവിടുന്ന് ഒരു 30-35 കിലോമീറ്റർ ഉണ്ട് സ്റ്റേഡിയത്തിലേക്ക്. രാത്രി 8 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയായി. ഇവിടുന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ട്, 1 മണിക്കൂറിലധികം യാത്ര ഉണ്ട്. 8 മണിക്കാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. 8 മണി അതിൽ ടൈം കൊടുത്ത ടൈം. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഇവിടെ എവിടെയാണ് ട്രെയിൻ? ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ തോന്നുന്നു. യെസ്, ലെസബ്ലോൺ. ഇതാണ് സ്ഥലം. ബർഗർ കിങ് ഉണ്ട്. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. M1 പിടിച്ചിട്ട് പോകണമെന്നാണ് പറയുന്നത്. M1 കയറിയിട്ട് വേറെ എവിടെ പോയിട്ട് അവിടുന്ന് മാറി കയറണം. ഇതൊക്കെയാണ് ട്രെയിൻ സർവീസിൻ്റെ നെറ്റ്വർക്ക്. ചുവപ്പ്, പച്ച, മഞ്ഞ, നീല, പിങ്ക്, പേർപ്പിള് എല്ലാം ഉണ്ട്. ലൈറ്റ് ഗ്രീൻ, കുറേ കണക്ഷൻസ് ഉണ്ട്, കുറേ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിതാ താഴേക്ക് പോയി നോക്കാം. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇവിടെ സൈക്കിൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കറി കച്ചവടമൊക്കെ ഉണ്ടോ? ഷോപ്പാണ്. യെസ്, ഒരു ഷോപ്പാണ്. ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ഇട്ടാൽ ടിക്കറ്റ് കിട്ടുമോ? യെസ്, പേയ്മെൻറ്റ്. നമ്മൾ ക്യാഷ് ഇട്ടാൽ ടിക്കറ്റ് കിട്ടും. ഇംഗ്ലീഷ് ഉണ്ട്. ഇത് പിടിച്ച് തിരിക്കുമ്പോഴാണ് എങ്ങനെ കുറച്ചാണ് ഇത് എടുക്കുക? നാവികോ പാസ് എന്താ? എനിക്കറിയില്ല അതെങ്ങനെയാണ്. ഞാൻ ഇവിടെ ആരോടെങ്കിലും ചോദിക്കട്ടെ. ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. किधर पैसा किधर डालना?
ओके, थैंक यू सो मच. आपका नाम क्या है? अभी आप एक टिकट पे पूरा जा सकते हैं. पूरा जा सकता है? उसका जरूरत नहीं है. ओके ओके, ठीक है, थैंक यू. किधर डालना? ഇതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇനി എവിടേക്കാണ് പോകേണ്ടത് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടേക്കാന്ന് തോന്നുന്നു പോകേണ്ടത്. ഞാൻ ചെക്ക് ചെയ്താട്ടെ ഏത് ഭാഗത്തേക്കാ. ഇതാണ് പ്ലാറ്റ്ഫോം. ഇവിടെയൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ദുബായിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, ഞാൻ പല സ്ഥലത്ത് ഇതുപോലെ മെട്രോ കണ്ടുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വേറെ എവിടെയോ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു കവറിങ്. എനിക്ക് ബിയിലേക്കാണ് പോകേണ്ടത്. ബി ഇവിടെ എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനാന്ന് തോന്നുന്നു. കൊള്ളാലോ. മെട്രോ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കാണുന്നത്. സാധാരണ എയർപോർട്ടിൽ മാത്രമേ ഇങ്ങനത്തെ കാണാറുള്ളൂ. ഒളിമ്പിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ആരെയും കാണുന്നില്ലല്ലോ. തിരക്ക് ഞാൻ കാണിച്ചു തരാം. ഫുൾ പ്ലാറ്റ്ഫോമിൽ ഫുൾ ആളാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ പോയിട്ടേ ഉള്ളൂ ഫുള്ളായിട്ട്. ബാക്കി ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ സ്പെഷ്യൽ ട്രെയിനാട്ടോ. കണ്ടോ, ഈ എൻഡിലേക്ക് നിൽക്കുക. അതാകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല. മറ്റേ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്, ക്രൗഡാ. ഒരു 4 സ്റ്റേഷൻ കഴിഞ്ഞാൽ എനിക്ക് എത്തേണ്ട സ്ഥലത്തും. വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഗെയിം കാണാൻ പോവാണ്. ബോക്സിങ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, എല്ലാവരും വീഡിയോ കണ്ടോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഞാൻ വന്ന ട്രെയിൻ ഇതാണ്. ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ഇനി ഒരു കിലോമീറ്റർ നടക്കണം. 1.2 കിലോമീറ്റർ നടന്നിട്ട് വേണം പോകാൻ. പാർക്ക് ഡെസ് എക്സ്പോസിഷൻ, അറേന പാരീസ് നോഡ്. ഇതാണ് ലൊക്കേഷൻ, ഇതാണ് ട്രെയിൻ. സോർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് എന്നാണ്. ഇതാ അറേന പാരീസ് നോഡ്. ഇവിടേക്കാണ് ഞാൻ പോകുന്നത്. ഒളിമ്പിക്സിൻ്റെ ചിഹ്നം കണ്ടോ. ഇതാ ട്രെയിൻ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് സ്ഥലം. ഇതിൻ്റെ ഉള്ളിലാണ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. പോയി നോക്കാം എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ആദ്യമായിട്ടാണ് ബോക്സിംഗ് കാണാൻ പോകുന്നത്. എൻട്രൻസ് 1. താങ്ക് യു. ഇവിടുന്ന് ബാർകോഡ് സ്കാൻ ചെയ്യണം, എന്നാലേ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ചെയ്തു. ഇവിടെ എന്താണ് നോട്ടീസ്, കയ്യിൽ ടാഗ് കെട്ടാനാന്ന് തോന്നുന്നു. പുള്ളി ഇന്ത്യക്കാരനാണല്ലോ. നമുക്ക് ഏതെങ്കിലും കുറഞ്ഞ ഇതിലാൾ കുറവാണ്, പെട്ടെന്ന് നിൽക്കാം. ഫുള്ള് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ കയറാൻ പോവാണ്. ഐ എം ഗോയിങ് ഇൻസൈഡ് ഇൻഫർമേഷൻ പോയിന്റ്. ഇവിടെ ഇന്ത്യക്കാരുണ്ടല്ലോ.
You from India? Alan. Same. ഞാൻ അവർ ഇന്ത്യക്കാരാണ്. അയർലൻഡിൻ്റെ ഫ്ലാഗാണത്. പക്ഷെ നേരത്തെ കണ്ട ഇന്ത്യൻ. ഒമേഗ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയാലോ? കയറാനായിട്ടില്ല, ഇനിയുണ്ട് ടൈം. പുറത്തുനിന്ന് എൻജോയ് ചെയ്തിട്ട് കയറാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. 8 മണിക്കാണ്. ബോക്സിങ് പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. F1, B4, കുറേ എൻട്രൻസ് ഉണ്ട്. അതിൽ ഏത് എൻട്രൻസിലാണ് കയറേണ്ടതെന്നുള്ള B3, എൻ്റെ B2 ആണ്. B2 10 to 23 സീറ്റ്സ്. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. എൻ്റെ സീറ്റ് ഇവിടെയാണല്ലോ. 10. This is my seat. ഇത്ര അടുത്തുനിന്ന് കാണാട്ടാ. വളരെ ദൂരെ ഒന്നുമില്ല. ടിക്കറ്റൊക്കെ വളരെ ദൂരെയാണ്. എംബസിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ടിക്കറ്റ് ആയതുകൊണ്ടായിരിക്കാം വളരെ അടുത്ത് തന്നെ എനിക്ക് കാണാൻ പറ്റും. അവിടെ ഏതൊരു ഇന്ത്യൻകാരുണ്ടല്ലോ. നമ്മൾ പോയേക്കല്ലോ അവിടെ. Décision partagée. Et കിട്ടിയെന്ന് വിചാരിച്ചായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മാച്ച് കഴിഞ്ഞു. ഇന്ത്യ വിജയിച്ചില്ല. ഇതൊരു ജൂയിഷ് പള്ളിയാണ്. ഇവിടെ കുറച്ച് ജൂതന്മാർ താമസിക്കുന്ന ഏരിയയാണ്. അപ്പം ഞാൻ താമസിക്കുന്ന ഇതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ്. ഇന്നലെ ഇവിടെ കുറേ പോലീസുകാരല്ല പട്ടാളക്കാർ തോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ജൂതന്മാരതാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്താറായിട്ടുണ്ട്. പക്ഷേ വിജയിച്ചെന്ന് വിചാരിച്ചതാണ്. ലാസ്റ്റ് ആ റഫറി കൈ പൊക്കിയപ്പോൾ പക്ഷേ ആകെ സാറില്ല. നമുക്ക് നമ്മുടെ നീരജ് ചോപ്ര ഉണ്ട്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഓറഞ്ചും ആപ്പിളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഇനി രാത്രി ചേട്ടനെ ഇടങ്ങാറാക്കണ്ട. ഞാൻ നേരെ പോയി ഇതെന്തെങ്കിലും കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങും.
സമയം 11 മണിയായി. ഇതാണ് സ്ഥലം ഞാൻ താമസിക്കുന്നത്. ഇതിലൊരു കോഡടിക്കണം, കോഡടിച്ചാലേ കയറാൻ പറ്റുള്ളൂ. കോഡടിച്ചാൽ കേട്ടോ. ഇനി റൂമിലെത്തി നോക്കുമ്പോഴതാ ചേട്ടൻ ഇവിടെ ഫുഡ് കൊണ്ടുവച്ചത്. അല്ലാ, ചിക്കനും ദോശയുണ്ട് പടച്ചോനെ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, എന്നിട്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വന്ന്. ഫുൾ അടിപൊളി ഫുഡൊക്കെ ആണല്ലോ. എന്തായാലും കഴിക്കട്ടെ. കയറിയപ്പോഴേ ഒരു മണം അടിച്ചിരുന്നു.